എറണാകുളത്തിനടുത്തായിട്ടുള്ള ആലുവ ടൗണാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ ആലുവ ടൗണിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്ററും അതേപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറിയിട്ട് ആലുവ UC കോളേജിനൊക്കെ അടുത്തായിട്ട് UC കോളേജ് ആണ് ഈ കാണുന്നത്. ആലുവ ടു നോർത്ത് പറവൂർ മെയിൻ ബസ് റൂട്ട്. ഈ കാണുന്ന ബസ് റൂട്ടിൽ നിന്നല്ല ഒരു 300 മീറ്റർ മാറിയിട്ട് നല്ലൊരു വീതിയുള്ള റോഡ് ഫ്രണ്ടായിട്ട് ഒരേ സമയം 2 വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന അത്രയും വീതിയുള്ള റോഡാണ്. ഏകദേശം 8-9 മീറ്റർ വീതിയുള്ള റോഡ്. നാളെയോ മറ്റന്നാളോ ഇതിൻ്റെ റീടാറിങ്ങിന് വേണ്ടിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള റോഡ്. ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ മാറിക്കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ബസ് റൂട്ട് അടക്കം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ടൗണാണ്. സ്കൂള്, ആരാധനാലയങ്ങൾ, അതേപോലെ മാർജിൻ ഫ്രീ മാർക്കറ്റ്, ബാങ്ക്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു ടൗണും ഇതിന് തൊട്ടടുത്തുണ്ട്. നല്ലൊരു ഏരിയ. ഇത് മാത്രമല്ല, എടുത്തു പറയാനായിട്ട് 2018 ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത സ്ഥലമാണ്. ഈ ഭാഗങ്ങളിൽ 2018 ഒരു തരി വെള്ളം പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ ഏരിയയിൽ നല്ലൊരു റോഡ് ഫ്രണ്ടായിട്ട് 22.5 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 കെട്ട് മോഡലിൽ പണിതിരിക്കുന്ന ഒരു നില വീടുമാണ് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി. നല്ല റോഡ് ഫ്രണ്ടേജുള്ള 22.5 സെൻറ്റ് സ്ഥലം, ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഏരിയ, നല്ല ഹൈറ്റിലുള്ള സ്ഥലമാണ്. ഡ്രൈനേജ് സൗകര്യമുണ്ട്. ഇപ്പോൾ റോഡിൽ നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ ഡ്രൈനേജിൽ പോയിക്കോളും. ഇപ്പോൾ യാതൊരുവിധ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു 22.5 സെൻറ്റ് സ്ഥലവും ഒരു നിലയിൽ 3 ബെഡ്റൂമിൽ പണിതിരിക്കുന്ന ഒരു 4 കെട്ട് മോഡലിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്. നല്ല ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഒരു 3-4-5 വണ്ടി പാർക്ക് ചെയ്യാം 2 സൈഡിലുമായിട്ട്. നല്ല വലിയൊരു വരാന്ത സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാരുപടിയൊക്കെ കൊടുത്ത് ചാരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെയുള്ള നല്ല ഭംഗിയായിട്ടുള്ള ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാർ പാർക്കിംഗ് സ്പേസിന് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ചുറ്റിനും മതിൽക്കെട്ടുള്ള നല്ലൊരു 22.5 സെൻറ്റ് സ്ഥലവും. എറണാകുളം ഭാഗത്തേക്കൊക്കെ ഒരു 1/2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് എറണാകുളം എടപ്പള്ളി ഭാഗത്തേക്കൊക്കെ എത്താം. മുറ്റമെല്ലാം നല്ല ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. ഒരു ഏരിയ കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് മണ്ണായിട്ടുള്ളതുണ്ട്, ചെടികളും അതേപോലെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഏരിയ. ഫ്രണ്ട് ഭാഗമെല്ലാം ഇൻ്റർലോക്ക് വിരിച്ച് നല്ല ഭംഗിയുണ്ട്. 3-4 തെങ്ങ്, അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടുന്ന തെങ്ങുകൾ നിൽക്കുന്നുണ്ട്. മാവ്, പ്ലാവ്, അങ്ങനെ എല്ലാ വൃക്ഷങ്ങളും. നല്ലൊരു കുടിവെള്ളം കിട്ടുന്ന കിണർ വെള്ളമുണ്ട്, വാട്ടർ കണക്ഷനുണ്ട്. നല്ല ശുദ്ധമായ വെള്ളമാണ്, കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് കിണർ വെള്ളം. കൂടാതെ വാട്ടർ കണക്ഷനുണ്ട്. ഇതൊരു തണൽ മരമാണ്. നല്ല തണലാണ് ഈ മരം ഉള്ളത് കൊണ്ട്. ഒരുപാട് സ്ഥലം, കൂടാതെ നമുക്ക് മണ്ണുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരിവിടെ അങ്ങനെ വലിയ കൃഷികളൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും അത്യാവശ്യം വാഴയും കാര്യങ്ങളും, കവുങ്ങ്, തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. നല്ല വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യണമെന്നുള്ളവർക്ക് നല്ല മണ്ണുമാണ്. വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കായിട്ട് നല്ല കിണറുണ്ട്. ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലോട്ടിൻ്റെ 2 സൈഡ് വഴിയുണ്ട്. ഫ്രണ്ടിൽ നല്ല വലിയ റോഡുണ്ട്, ഒരു സൈഡിൽ വേറെ വഴിയുമാണ്. നല്ല ബാക്കിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തെങ്ങിലൊക്കെ അത്യാവശ്യം തേങ്ങ ഉള്ള തെങ്ങുകളാണ്. ചുറ്റിനും മതിൽക്കെട്ടുണ്ട്. ഇത് സൈഡിൽ കൂടി പോകുന്ന വഴി. അവിടെയൊക്കെ നല്ല നല്ല വീടുകളുള്ള ഏരിയയാണ്. ഇതിലേക്ക് പോകുമ്പോൾ നല്ല വീടുകളുണ്ട് തൊട്ട് പുറകിലെല്ലാം. അതൊക്കെ ഒരു വീടാണ്. ഇവിടുന്ന് നോർത്ത് പറവൂരിലേക്ക് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതേപോലെ ആലുവ ടൗണിലേക്ക് ഒരു 8 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് എളുപ്പമുണ്ട്. ചക്ക, അധികം പൊക്കമില്ലാത്ത പ്ലാവാണ്. ഒരുപാട് ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്.
വേപ്പ് മരം, നല്ലൊരു പറമ്പാണ് കേട്ടോ. അത് അത്യാവശ്യം അതിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. മാവ്. അപ്പോൾ ഇത്രയാണ് പുറത്തെ സൗകര്യങ്ങൾ, സ്ഥലങ്ങൾ. ഇവിടെ അത്യാവശ്യം നിരന്ന് ഈ കവുങ്ങ് നിൽക്കുന്നുണ്ട്, അടക്കാമരങ്ങൾ നിൽക്കുന്നുണ്ട്, ഒരു മുരിങ്ങയുടെ മരം നിൽക്കുന്നുണ്ട്. നല്ലൊരു പറമ്പാണ്, ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത നല്ലൊരു പറമ്പാണ്. വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ നോക്കാം. നല്ല വലിയ സിറ്റ് ഔട്ടാണ്, അത് നല്ലൊരു ഭംഗിയുണ്ട്. കാരണം 3 ഭാഗത്തു കൂടി കയറാം, ഇതിലേയും കയറാം, 2 സൈഡിലും കൂടിയും കയറാം. ഒരുപാട് പേർക്ക് ഇരുന്ന് അത്യാവശ്യം ഒന്ന് സംസാരിക്കാനൊക്കെയുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ചാരി ബെഞ്ചൊക്കെ കൊടുത്ത് ഒരു 4 കെട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു നടുത്തളം, മഴയൊക്കെ കൊള്ളാൻ പറ്റുന്ന സെറ്റ് ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് മഴയൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇതിലെയും ഇറങ്ങാം, സിറ്റ് ഔട്ടിൽ കൂടി ഇതേപോലെ തൊട്ടപ്പുറത്ത് കൂടി ഇറങ്ങാം. വുഡിൻ്റെ പാനൽ ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൻ്റെ വാളിലെല്ലാം. ഇത് അകത്തേക്ക് കയറുമ്പോൾ ചുറ്റൊരു നടുത്തളം പോലെയാണിത്. ചുറ്റിനും നടക്കാം, ഇവിടേക്ക് ഇരിക്കാം. ഇത് ഈ അരഭിത്തികളിലെല്ലാം ഇരുന്ന് അത്യാവശ്യം മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളമൊക്കെ പോകാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മേളിൽ നേരെ ഓപ്പണാണ് കിടക്കുന്നത്. നേരെ മഴ ഇങ്ങോട്ട് ഹാളിൽ കിട്ടും. ഇതിൻ്റെ ഫ്ലോറെല്ലാം ഒരു ടൈൽസ്, ഓടിൻ്റെ പോലത്തെ ഉള്ള ഒരു ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ മോഡലായിട്ടുള്ളത്, മണ്ണിൻ്റെയൊക്കെ നിറമുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം 4 കെട്ട് ട്രഡീഷണൽ മോഡലായതുകൊണ്ട് അങ്ങനത്തെ ഫ്ലോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു വിസിറ്റിംഗ് റൂമാണ്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ല സൗകര്യമുള്ള ഒരു വിസിറ്റിംഗ് റൂമാണ്. നല്ലൊരു 5-8 പേർക്ക് ഇരിക്കാവുന്ന ഒരു കോർണർ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഇതൊരു ബെഡ്റൂം. വീട്ടുകാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവരുടെ താല്പര്യം അനുസരിച്ച് പണിതിരിക്കുന്നതാണ്. എല്ലാ ബെഡ്റൂമിൽ എ സിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്. ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് അത്യാവശ്യം ഒന്ന് കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ആവശ്യമുണ്ടാവും. കാരണം അവർ യൂസ് ചെയ്തേക്കണതുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ 22.5 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല സ്വന്തം ആവശ്യത്തിന് വെച്ചിരിക്കുന്ന വീടുമാണ്. 3ാമത്തെ ബെഡ്റൂമാണ്. നേരത്തെ ഒരു ബെഡ്റൂം കാണിച്ചു. 3 ബെഡ്റൂം, ഒരു വിസിറ്റിംഗ് റൂം, കൂടാതെ നടുത്തളം, നല്ല വലിയൊരു സിറ്റ് ഔട്ട്. നടുത്തളത്തിൽ കൂടി തന്നെയാണ് നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റുന്നത്. നല്ലൊരു ഭംഗിയുണ്ട്. ഡൈനിങ് ഹാള്, നല്ല വലിയൊരു ഡൈനിങ് ഹാളാണ്. ഒരു 6 സീറ്റിൻ്റെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ TV ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, ക്രോക്കറി ഐറ്റംസൊക്കെ വെക്കാൻ പറ്റുന്നത്. വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കിച്ചൺ നല്ല വലിയ കിച്ചനാണ്. വർക്ക് ഏരിയയും കിച്ചനും ഒരു ഒറ്റ ഇതിലാണ് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ കൊടുത്തിട്ടുണ്ട്. ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയറൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാം. 2 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള കിച്ചനാണ്. ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പച്ചക്കറിയൊക്കെ ഇരുന്ന് അരിയാം, അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് വർക്ക് ഏരിയ,
നല്ലൊരു വീടും 22.5 സെൻറ്റ് സ്ഥലവും, അതും നല്ല മെയിൻ ബസ് റൂട്ട്, ടൗണിൽ നിന്ന് നല്ലൊരു 300 മീറ്റർ, നല്ല വീതിയുള്ള റോഡ്, ഫ്രണ്ട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഏരിയ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ലാൻഡിൻ്റെ വില, ഇതിന് തൊട്ടടുത്ത് ഒരു പ്ലോട്ട് പോയിരിക്കുന്നത് 1 സെൻറ്റിന് 6.5 ലക്ഷം രൂപക്കാണ്. കാരണം ഈ റോഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വലിയ റോഡാണ്. ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചെറിയ റോഡുണ്ട്, 3 മീറ്റർ വരുന്ന റോഡുകൾ. ആ റോഡുകൾ ഇട റോഡുകളിലേക്ക് പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കിട്ടും. പക്ഷേ ഇത് വലിയ റോഡായതുകൊണ്ടാണ് അത്രയും വില വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ റോഡ് ഫ്രണ്ടായിട്ട്, അതും ആലുവ ടൗണിനൊക്കെ അടുത്തായിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് 22.5 സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി വില പാർട്ടി ചോദിക്കുന്നത് 1,20,00,000 രൂപയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കാം. നല്ലൊരു 22.5 സെൻറ്റ് സ്ഥലവും നല്ലൊരു 4 കെട്ട് മോഡലുള്ള ഒരു വീടുമാണ്. വിളിക്കൂ. ഓക്കെ.